ഫ്രണ്ട്സ്, നമുക്കിന്ന് പൂ വെച്ചതും കുഞ്ഞു മാല കിട്ടിയാലോ? സോ അതിന് വേണ്ടി ഞാൻ ഈ വെള്ളപ്പൂ എടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം നമ്മൾ നീല ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ മാല ഉണ്ടാക്കുന്നത്. ശേഷം നമ്മൾ ഇതേ കൂട്ട് നമ്മുടെ മാല പകുതി കെട്ടിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഓലയുടെ നാര് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോ ആദ്യത്തേത് നമ്മളിത് ഇതേ കൂട്ട് വെച്ചിട്ടുണ്ട്. സോ രണ്ടാമത്തേത് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ആദ്യത്തെ നമ്മൾ ശംഖുപുഷ്പം ഇലയും വെച്ചായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ശംഖുപുഷ്പം അതേപോലെ തന്നെ വെള്ളപ്പൂവും വെച്ചാണ് കേട്ടോ കെട്ടുന്നത്. സോ ഇതേ കൂട്ടാണ് നമ്മൾ ആദ്യത്തേത് കെട്ടിയിരിക്കുന്നത് കേട്ടോ. സോ രണ്ടാമത്തേത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അങ്ങനെ നമ്മളിത് രണ്ടാമത്തേത് ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിത് രണ്ടാമത്തേത് ഇതേ കൂട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിത് മൂന്നാമത്തെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ, കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ മൂന്നാമത്തെ നമ്മൾ നമ്മുടെ വെള്ളപ്പൂവ് അതുപോലെ തന്നെ ഇലയും വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ നമ്മളിത് നാലാമത്തതും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ആദ്യത്തതും രണ്ടാമത്തും കെട്ടി വെച്ചത് ഇതേ കൂട്ട് കെട്ടുന്നുണ്ട് കേട്ടോ, കൂട്ടി കെട്ടുകയാണ്. നമ്മളിത് മൂന്നാമത്തത് ഇതേ കൂട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ നമ്മളിത് ഒരു മാല ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന വെള്ളപ്പൂക്കൾ നമ്മളിത് അടുത്ത മാലയാണ് കേട്ടോ കെട്ടുന്നത്. സോ അത് നമ്മളിത് ഇതേ കൂട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിത് ബാക്കി വന്ന പൂ കൊണ്ട് ഒരിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിത് ഒരെണ്ണം കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഈ മാലയിലൂടെ ചേർക്കാനാണ് കേട്ടോ.